അധ്യാപനം അധ്വാനമായി കാണരുതെന്ന് നടനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ. കേരള എഡ്യൂക്കേഷൻ കൌൺസിൽ മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് സംസ്ഥാന കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 14 ജില്ലകളിലെ 80ഓളം സെന്ററുകളിൽ നിന്നായി 500ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കേരള എഡ്യൂക്കേഷൻ കൌൺസിൽ മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് സംസ്ഥാന കലോത്സവത്തിനാണ് ജൂബിലി ഹാളിൽ തുടക്കമായത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ആർട്ട് ഫെസ്റ്റ് നടനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപനം അധ്വാനമായി കാണരുതെന്ന് അദ്ദേഹം പറഞ്ഞു. അധ്യാപനം എന്ന് പറയുന്നത് അതൊരു വലിയ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. അധ്യാപനം എന്ന് പറയുന്നത് അതൊരു അധ്വാനമായി കാണാതെ അതൊരു ദൈവികമായ നിയോഗം പോലെ കണ്ട് ഒരു തലമുറയെ നന്മയിലേക്കും ശരിയിലേക്കും വിരൽ ചൂണ്ടാൻ പ്രേരിപ്പിക്കുന്ന അതിനുള്ള ശക്തി പകരുന്ന അത്രയേറെ കരുത്തുള്ളവരാണ് അധ്യാപകർ. ഞാൻ ഹൃദയപൂർവ്വം. കേരള എഡ്യൂക്കേഷൻ കൌൺസിൽ ഡയറക്ടർ കെ സതീശൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ശോഭീന്ദ്രൻ സ്മൃതി വൃക്ഷം പ്രേംകുമാർ കേരള എഡ്യൂക്കേഷൻ കൌൺസിൽ മുഖ്യ രക്ഷാധികാരി എം.എ. ജോൺസന് കൈമാറി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മലബാർ മേഖലയിൽ അറിയപ്പെടാത്ത കോട്ടൂർക്കോണം തൈ 14 ജില്ലകളിൽ 80 സെന്ററുകളിൽ സ്മൃതി വൃക്ഷമായി വളരുമെന്ന് എം.എ. ജോൺസൺ പറഞ്ഞു. ഗായകൻ വി.ടി. മുരളി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചെയർമാൻ പ്രതാപ് മണോലിസ, സ്വീകരണ കമ്മിറ്റി കൺവീനർ കെ.ബി. മദൻലാൽ എന്നിവരും സന്നിഹിതരായി. തുടർന്ന് വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. 5 വേദികളിൽ 16 മത്സര ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. നാട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഈ മനുഷ്യൻ രാവിലെ കള്ളും കുടിച്ച് അങ്ങ് ഇറങ്ങും. അവർ പറക്കട്ടെ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരിധിയില്ലാത്ത വർഗീയതയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർ നടത്തുന്നതെന്ന്